ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറേ കാലത്തിന് ശേഷം ഞാൻ അഗൈൻ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഏകദേശം എടുത്തു കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എന്റെ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം ഫസ്റ്റ് ഹെയർ സ്പാ ചെയ്യാനായിട്ട് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം എന്റെ ബോട്ടോക്സ് ഹെയർ ട്രീറ്റ്മെന്റിന്റെ താഴെ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഒക്കെ വരാറുണ്ട്. എന്താണ് ഹെയറിന്റെ അവസ്ഥ ഉള്ളത്, ആൻഡ് ഹെയർ സ്പാ ചെയ്തിട്ടുണ്ടായിരുന്നോ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ മെസ്സേജ് ആയിട്ടൊക്കെ വരാറുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയിൽ വരുന്നു, നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1-2 വീക്സ് ആയിട്ട് എനിക്ക് ഒട്ടും സുഖമില്ലായിരുന്നു. പനി, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട്. അപ്പൊ ഇപ്പോഴാണ് എനിക്കിത് വോയിസ് ഓവർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ അതൊന്നും നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യാം. സോ ഞാൻ വന്നിട്ടുള്ളത് അമോറ യൂണിസെക്സ് സലൂണിലാണ് കേട്ടോ. ഇത് കാലിക്കറ്റിനുള്ള ഒരു സലൂണാണ്. അപ്പൊ ഞാൻ ഇവിടേക്ക് വിളിച്ച് കോൺടാക്ട് ഒക്കെ ചെയ്ത സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ഒരു ഓഫർ റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഓഫർ എന്ന് പറയുന്നത് കുറെ ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡിങ്ങും അതുപോലെ തന്നെ ഹെയർ സ്പാ, അതുപോലെ തന്നെ എന്താ പറയാ ഡീടാൻ, ഇത് മൂന്നും കൂടി 499 റുപ്പീസിന്, അതായത് 499 രൂപയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ കോൺടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഓഫർ കഴിഞ്ഞു. ഇപ്പോഴുള്ള നിലവിലുള്ള ഓഫർ എന്ന് പറയുന്നത് ഡീടാനും ക്ലീനപ്പും പ്ലസ് ഹെയർ സ്പാ, ഇതിന് എല്ലാത്തിനും കൂടി 1200 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു റേഞ്ചിലാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ ആ ഒരു എന്താ പറയാ പാക്കാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഫർ പാക്കായിരുന്നു ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയപ്പോൾ ഫസ്റ്റിൽ തന്നെ അവരെന്റെ ഫേസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഡീടാൻ മാസ്ക് അപ്ലൈ ചെയ്യാണ് കേട്ടോ. നിങ്ങളിപ്പോ വീഡിയോയിൽ കാണുന്നത് ഞാൻ പാർലറിന് ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ പാർലറിൽ ഇതുവരെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആകെ ചെയ്യാറുള്ളത് ത്രെഡിങ് ആണ് കേട്ടോ. ത്രെഡിങ്ങും അതിന്റെ കൂടെ പിന്നെ ഒരൊറ്റ പ്രാവശ്യം ഞാൻ പാർലറിന് ഹെന്ന ചെയ്തിട്ടുണ്ട്. ഹെയർ കട്ടിങ്ങും ഹെന്നയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടുകൂടി എനിക്ക് മതിയാവും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് അങ്ങാനാണ് കേട്ടോ ഞാൻ ആ ഒരു ഹെയർ കട്ടും ഹെന്നയും ചെയ്യുന്നത്. ഹെയർ അത്യാവശ്യം താഴോട്ട് എന്താ പറയാ വീതി കുറഞ്ഞിട്ട് നമുക്ക് ഉള്ളില്ലാതിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടൊന്ന് ഹെയർ കട്ട് ചെയ്യാന്ന് വിചാരിച്ചതായിരുന്നു. ഞാൻ പ്രത്യേകം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കയറ്റി വെട്ടണ്ട, ജസ്റ്റ് ഒന്ന് അടിഭാഗം കട്ട് ചെയ്താൽ മതി എന്ന്. പക്ഷെ അവർ യു കട്ട് പോലെ ചെയ്തതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഹെയർ അവർ കയറ്റിയിട്ടായിരുന്നു കേട്ടോ വെട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിന്റെ പുറമെ ഹെന്ന ചെയ്തു. ഹെന്ന ചെയ്ത ശേഷം അത് നമ്മൾ വാഷ് ചെയ്ത് കളയുന്ന സമയത്ത് അവർ അതിന്റെ കൂടെ തന്നെ ഹീറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല, അതിനുശേഷം എൻ്റെ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരുന്നു. ഒട്ടും ഹെയർ ലെങ്ത് പോലും മര്യാദയ്ക്ക് വെക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് മാത്രമല്ല എനിക്ക് എൻ്റെ ഹെയർ മൊത്തത്തിൽ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള പോലെയും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് ഒക്കെ വരാൻ വേണ്ടി തുടങ്ങി. ഹെയർ ഗ്രോത്ത് പാടെ നിന്നുപോയി എന്ന് പറയാം കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റ് ബോട്ടോക്സ് ചെയ്യാൻ പോയ സ്ഥലത്ത് നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രീറ്റ്മെന്റ് എനിക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഹെയർ ഫ്ലാറ്റ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ ഹെന്ന ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹെന്ന ചെയ്യുന്നത് ഹെയറിന് അത്ര നല്ലതല്ല, ഹെയർ ഭയങ്കര ഡ്രൈ ആയി പോവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്താണ് ആക്ച്വലി ഈ പാർലറിൽ നിന്ന് ചെയ്യുന്ന ഹെന്നന്റെ പ്രശ്നമാണോ എന്താന്നുള്ളത് ഇപ്പോഴും എനിക്കത് മനസ്സിലായിട്ടില്ല. കാരണം നമ്മൾ നോർമലി ഹെന്ന ചെയ്യുന്നത് ഹെയർ ഗ്രോത്തിന് വേണ്ടി ചെയ്യുന്നതിൽ നമ്മൾ തൈരൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ അത്ര ഡ്രൈ ആയി പോകത്തില്ല. നമുക്ക് ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണല്ലോ ഹെന്ന. പക്ഷെ പാർലറിൽ നിന്ന് ചെയ്യുന്നത് മേ ബി കെമിക്കൽ ഹെന്ന ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല. ആ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹെയറിന് നല്ലതല്ലാന്ന്. അതുകൊണ്ടാണോ അന്ന് ആ ഹെന്ന ചെയ്തതിന് ശേഷം എൻ്റെ ഹെയർ അങ്ങനെ ഡാമേജ് ആയി പോയതൊന്നും എനിക്കറിയില്ല. കാരണം അവർ അത് വാഷ് ചെയ്ത് കളഞ്ഞപ്പം അവർ നല്ല രീതിക്ക് ഹീറ്റ് കൊടുത്തിട്ട് സെറ്റും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം കൂടി ആയതുകൊണ്ടാണ് എൻ്റെ ഹെയർ അത്രയും ഡാമേജ് ആയി പോയതെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. സോ ഡീടാൻ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് സ്ക്രബിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഫൈനലി അവരൊരു പാക്കാണ് അപ്ലൈ ചെയ്യാട്ടോ. സോ ആ ഒരു പാക്ക് ഏകദേശം ഒരു 10-15-20 മിനിറ്റ് നേരം വെച്ച ശേഷം അവർ വാഷ് ചെയ്ത് കളയും. സോ ഡീടാനും ക്ലീനപ്പ് ഒക്കെ ചെയ്ത ശേഷം ഹെയർ സ്പാ ചെയ്യാണ് കേട്ടോ. അപ്പൊ ഹെയർ സ്പാക്ക് അവർ ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്ത ശേഷം ക്രീം അപ്ലൈ ചെയ്തിട്ട് കുറച്ചധികം സമയം നമ്മുടെ ഹെയറിൽ മസാജ് ചെയ്യും കേട്ടോ. അപ്പൊ എന്റേത് കുറച്ച് ഹെയർ ഫാൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഹെയർ മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഹീറ്റ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഹെയർ സ്പാ ചെയ്യുന്നതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഹെയർ വാഷ് ചെയ്ത ശേഷം നമ്മുടെ ഹെയറിൽ ഓരോ സ്ട്രാൻഡ്സിലും സ്കാൽപ്പിലും ഒക്കെ ക്രീം അപ്ലൈ ചെയ്യും. എന്നിട്ട് കോംബ് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഈവൻ ആവാൻ വേണ്ടിയിട്ട് അവരൊന്ന് കോംബ് ചെയ്ത് തരും കേട്ടോ. അതിനുശേഷമാണ് മസാജ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം കുറച്ച് സമയം അവർ ഹീറ്റ് കൊടുക്കും കേട്ടോ. ഹീറ്റ് കൊടുത്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ഹെയർ വാഷ് ചെയ്യുന്നത്.
അപ്പൊ ഹെയർ വാഷ് ചെയ്യാണ് കേട്ടോ. ഹെയർ വാഷ് ചെയ്ത ശേഷം എനിക്ക് ഹെയർ അങ്ങനെ വേറെ ചില പാർലേഴ്സിൽ നിന്നൊക്കെ അവർ സെറ്റ് ചെയ്ത് തരാറുണ്ട്. അതായത് ഫുൾ ഹീറ്റ് കൊടുത്തിട്ട് അവർ സ്ട്രേറ്റ് ചെയ്ത് തരും. അപ്പൊ ഇവിടുത്തെ എന്നോട് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ സ്പാ ചെയ്തിട്ട് പിന്നെ ഹീറ്റ് കൊടുക്കാതിരിക്കുകയാണ് ഹെയറിന് നല്ലത്. കാരണം ഹെയർ സ്പാ ചെയ്യുന്ന ആ ഒരു ബെനിഫിറ്റ് നമ്മുടെ ഹെയറിന് കിട്ടില്ല. എഗെയിൻ നമ്മൾ ഹീറ്റ് അത്രയും കൊടുക്കും. അപ്പൊ എനിക്ക് ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രൈ പോലെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബ്ലോ ഡ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹീറ്റ് കുറച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ഹെയർ നമുക്ക് നനഞ്ഞ ഹെയറോടെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു രീതിക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് തരും മാത്രമാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് കേട്ടോ എന്റെ ഹെയറിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പം ഇവിടെ വന്ന സമയത്ത് എന്റെ ഹെയർ ഒക്കെ നോക്കിയിട്ട് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്റെ ബോട്ടോക്സ് ആഫ്റ്റർ ഇപ്പൊ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കുറെ പേരുണ്ടായിരുന്നു, കമന്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മൊത്തത്തിലൊരു വീഡിയോ ഒരുമിച്ച് ഞാനൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരുന്നു ഇടാനായിട്ട് പറ്റാതിരുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താണ് ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.